സ്നേഹം, ദിവ്യസ്നേഹം, സ്നേഹം, ദിവ്യസ്നേഹം. മത്തായിയുടെ സുവിശേഷം 21 അധ്യായം 28 വാക്യം മുതൽ 31 വാക്യം വരെയും വാക്യപ്രതിവാക്യമായിട്ട് നമുക്ക് വായിക്കാം. എങ്കിലും നിങ്ങൾക്ക് എന്തു തോന്നുന്നു? ഒരു മനുഷ്യന് 2 പുത്രന്മാർ ഉണ്ടായിരുന്നു. അവൻ ഒന്നാമത്തവന്റെ അടുക്കൽ ചെന്ന്, മകനെ, ഇന്നു എൻ്റെ മുന്തിരിത്തോട്ടത്തിൽ ചെന്ന് വേല ചെയ്യുക എന്ന് പറഞ്ഞു. രണ്ടാമത്തവന്റെ അടുക്കൽ ചെന്നു അങ്ങനെ തന്നെ പറഞ്ഞപ്പോൾ, ഞാൻ പോകാം എന്നു ഉത്തരം പറഞ്ഞു. പോയില്ല താനും. ഈ 2 പേരിൽ ആരാകുന്നു അപ്പന്റെ ഇഷ്ടം ചെയ്തതു എന്നു ചോദിച്ചു. മതി. ആ പിതാവ് ഒന്നാമത്തെ മകന്റെ അടുക്കൽ വന്ന് എന്താണ് പറഞ്ഞത്? മുന്തിരിത്തോട്ടത്തിൽ ചെന്ന് വേല ചെയ്യുവാനാണ് പറഞ്ഞത്. ഇത് വാസ്തവമാണോ അല്ലയോ? അതേ എന്ന് പറയുന്നവർ കൈയുയർത്തു. ബാക്കിയുള്ളവർക്കൊന്നും പിടികിട്ടിയില്ലേ? ശരി. അപ്പോൾ അവനെന്താണ് പറഞ്ഞത്? പോകാമെന്നാണോ പോകില്ലെന്നാണോ? ഓക്കെ. രണ്ടാമത്തെ മകന്റെ അടുക്കൽ വന്ന് എന്താണ് പറഞ്ഞത്? മുന്തിരിത്തോട്ടത്തിലേക്ക് ചെന്ന്. അതേ പോയിന്റ് തന്നെയാണല്ലോ. എന്താണ് രണ്ടാമത്തെ മകൻ അപ്പോൾ മറുപടി പറഞ്ഞത്? അപ്പാ, ഞാൻ പോകാം. ബഹുമാനത്തോടെ പറഞ്ഞു, അപ്പാ, ഞാൻ പോകാം എന്ന് പറഞ്ഞു. പിന്നെന്തു പറ്റി? പോയില്ല. മകനെ, ഇന്നെനിക്ക് നല്ല സുഖമില്ല, കുറച്ച് പണി അവിടെ ചെയ്യാനുണ്ട്, ശരീരത്തിന് നല്ല സുഖമില്ല. മൂത്ത മകനെ, നീ ചെന്നിട്ട് മുന്തിരിത്തോട്ടത്തിൽ കുറച്ച് വേല ചെയ്യാമോ എന്ന് പറഞ്ഞപ്പോൾ ഒന്നും തന്നെ ചിന്തിക്കാതെ, മുൻപോട്ടും പിറകോട്ടും നോക്കാതെ, ഒന്നും ആലോചിക്കാതെ ഒരു ഉത്തരം പറയുവാൻ ഇടയായി. എന്താണ്? പോകില്ല. രണ്ടാമത്തെ അവന്റെ അടുക്കൽ ചെന്ന്, മകനെ, ആ മുന്തിരിത്തോട്ടത്തിൽ ചെന്നിട്ട് ഒരു ദിവസം കുറച്ച് പണി ചെയ്യാമോ? എന്നും വേണ്ട, ഒരേ ദിവസം മാത്രം മതി. അപ്പോൾ ആ മകൻ എന്താണ് പറഞ്ഞത്? അപ്പാ, അപ്പാ, ഞാൻ പോകാം കേട്ടോ. അപ്പോൾ എന്താണ് ആ പിതാവിന് അവിടെ എത്രമാത്രം സങ്കടമുണ്ടായോ? ഇവിടെ എന്താണ്? സന്തോഷമുണ്ടാകാനിടയായി. നോക്കൂ എൻ്റെ മകനെ, ഞാൻ പറഞ്ഞത് കേട്ട ഉടൻ തന്നെ, ഒന്നും തന്നെ മറുത്തു പറയാതെ, ഒരു നിമിഷം പോലും ആലോചിക്കാതെ എന്തു പറഞ്ഞു? പോകാമെന്ന് പറഞ്ഞു. എൻ്റെ വാക്കിനെ എതിർക്കാതെ അനുസരിക്കാൻ ഇടയായി. എത്ര സന്തോഷമാണ്! എന്നാൽ പിന്നീട് എന്താണ് സംഭവിച്ചത്? പോകാമെന്ന് പറഞ്ഞവൻ പോയില്ല. പോകില്ല എന്ന് പറഞ്ഞവൻ പിന്നീട് മനസ്സുമാറ്റി പോകാനിടയായി. എൻ്റെ പിതാവ് ഇതുവരെ എന്നോട് അങ്ങനെ പറഞ്ഞിട്ടില്ലായിരുന്നു. ഒറ്റ പ്രാവശ്യം എന്നോട് അങ്ങനെ സംസാരിച്ചപ്പോൾ ഞാൻ എത്ര ക്രൂരമായിട്ടാണ് പറഞ്ഞത്. മകൻ എന്ന നിലയിൽ ഞാൻ പിതാവിനെ സഹായിക്കേണ്ടവനല്ലേ? എത്ര കഠിനമായിട്ടാണ് ഞാൻ പിതാവിനോട് പെരുമാറിയത്. എൻ്റെ പിതാവിന് സങ്കടമായി കാണും എന്ന് പറഞ്ഞുകൊണ്ട് അവൻ പോയിട്ട് വേല ചെയ്യുവാൻ ഇടയായി. രണ്ടാമത്തവൻ പോകാമെന്ന് പറഞ്ഞിട്ട് അവൻ അത് ചെയ്യാതെ, പിതാവിനോട് പറഞ്ഞ കാര്യം പോലും അവൻ ഓർത്തില്ല. അവൻ എവിടെയോ പോയി ക്രിക്കറ്റ് കളിച്ചിരുന്നിരിക്കാം, അല്ലെങ്കിൽ പോയി PUBG ഗെയിം കളിച്ചുകൊണ്ടിരുന്നിരിക്കാം. ഇന്ന് ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നതായ എല്ലാ വ്യക്തികളുടെയും ഭക്തി എങ്ങനെയുള്ളതാണെന്ന് ചോദിച്ചാൽ ഇവിടെ പറഞ്ഞതായ രണ്ടാമത്തെ മകന്റെ ഭക്തിയെ പോലെയാകുന്നു. ഈ രണ്ടാമത്തെ മകനെ പോലെ അവർ വാക്കുകൾ കൊണ്ട് എവിടെയുമില്ലാത്തതായ ഭക്തി വെളിപ്പെടുത്തുന്നു. നല്ലവണ്ണം പാട്ടുപാടും, പ്രാർത്ഥന ചെയ്യും, സ്തോത്രകാഴ്ച കൊടുക്കും. അവർ അധരം കൊണ്ടെന്നെ സ്തുതിക്കുന്നുവെങ്കിലും അവരുടെ ഹൃദയം എന്നിൽ നിന്ന് അകന്നിരിക്കുന്നുവെന്ന് പറഞ്ഞു. മനസ്സോടെ അല്ലാത്തതായ ഭക്തി ക്രിസ്തീയ ഭക്തിയല്ല. മനസ്സ് കൊടുക്കാതെ, ഹൃദയമേൽപ്പിക്കാതെ നിനക്ക് ഭക്തനായിരിക്കുവാൻ കഴിയില്ല. ഇതൊരു ആചാരഭക്തി അല്ല. നിന്റെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടി നിന്റെ ദൈവമായ യഹോവയെ നീ സ്നേഹിക്കണമെന്നാണ്. ഇന്ന് എത്രയോ ആളുകൾ ഞാൻ ദൈവത്തിന്റെ പൈതലാണെന്ന് പറയുന്ന സമയത്തും ദൈവം മുമ്പിൽ തീരുമാനം എടുത്തുകൊണ്ടുപോലും ദൈവത്തിന്റെ സാക്ഷിയായി ജീവിക്കുന്നു എന്ന് പറയുകയും ദൈവത്തിന്റെ വചനത്തെ അറിയുന്നവരായിട്ടും അതിൻ പ്രകാരം അവർ ജീവിക്കുന്നത് കാണുന്നില്ല. യേശുക്രിസ്തു ദൈവമല്ല, ഇത് വാസ്തവമല്ല, ഈ ദൈവത്തെ ഞങ്ങൾക്ക് വേണ്ട, യേശുക്രിസ്തുവിനെ വേണ്ട എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞ് എതിരായിട്ട് സംസാരിക്കുന്ന അനേകം ആളുകൾ ഇന്നവരുടെ മനസ്സ് മാറ്റുന്നുണ്ട്. അവർ തങ്ങളുടെ മനസ്സ് മാറ്റി ദൈവത്തിന്റെ മാർഗത്തിൽ വരുന്നുണ്ട്. കോപത്തോടെ ബൈബിൾ കത്തിച്ചവർ, ബൈബിൾ കീറിക്കളഞ്ഞ ആളുകൾ
യേശുക്രിസ്തുവിനെ ദുഷിച്ച ആളുകൾ എല്ലാ ശ്രമങ്ങളും നടത്തി പരാജയപ്പെട്ട് അവസാനം യേശു മാത്രമാണ് ദൈവമെന്ന് അംഗീകരിച്ചു വരുന്നു. പുതുതായി അനേകം ആളുകൾ വന്ന് അവരുടെ മനസ്സ് മാറ്റിയെടുക്കുമ്പോൾ നേരത്തെ മുതലേ ദൈവത്തെ അറിയുന്ന, ദൈവത്തിൻ്റെ ഇഷ്ടത്തെ അറിയുന്ന അനേകം പേർ അവൻ്റെ കൽപ്പന അനുസരിക്കാതെ അവനിൽ കൂടെ പറയപ്പെട്ട അവൻ്റെ സേവ നാം ചെയ്യാതെ നാം നമ്മുടെ പണികളിൽ വ്യാപൃതരായിരുന്നാൽ അത് എത്രമാത്രം വേദനാജനകമായിരിക്കും. ലൂക്കോസിന്റെ സുവിശേഷം 17-ാം അധ്യായവും നമുക്കൊന്ന് ശ്രദ്ധിക്കാം. അവിടെയും 2 മക്കളെക്കുറിച്ച് പറയുന്നു. അവിടെ മുടിയനായ പുത്രനെക്കുറിച്ച് കാണാൻ കഴിയും. മുടിയനായ പുത്രന്റെ ജീവിതത്തെക്കുറിച്ച് മൂത്ത പുത്രനെക്കുറിച്ച് മനസ്സിലാക്കണമെന്ന് പറയുന്നു. തിരിച്ചറിയണമെന്നുണ്ട്, പഠിക്കണമെന്നുണ്ട്. അവിടെ മൂത്തപുത്രൻ പോകില്ല എന്ന് പറഞ്ഞിട്ട് പോയി. ഇവിടെ മൂത്തപുത്രൻ നിൽക്കാം എന്ന് പറഞ്ഞിട്ട് പോകുവാൻ ഇടയായി. ഇവിടെ രണ്ടാമത്തെ പുത്രൻ പോയിട്ട് തിരികെ വരാനിടയായി. മൂത്തപുത്രന്മാർ നല്ലവരാണെന്നും ഇളയപുത്രന്മാർ കെട്ടവരാണെന്നും ചിന്തിക്കുന്നത് അജ്ഞാനമാണ്. ഇളയ കുട്ടികളാണ് നല്ലവർ, മൂത്ത കുട്ടികൾ ചീത്തയാണെന്ന് വിചാരിക്കുന്നതും ശരിയല്ല. ചിലർ പറയാറുണ്ട്, ആ പയ്യനാണ് എൻ്റെ മകനെ ചീത്തയാക്കിയത് എന്ന്. പലപ്പോഴും അയൽപക്കത്തെ ആ പയ്യൻ കാരണമാണ് എൻ്റെ മകൻ ചീത്തയായത്. എന്താണ്, നിങ്ങളുടെ മകൻ നല്ലവനാണെങ്കിൽ എങ്ങനെ ചീത്തയായി പോകും? അയൽപക്കത്തെ പയ്യൻ ചീത്തയാണെങ്കിൽ നിങ്ങളുടെ മകൻ നല്ലവനായിരിക്കുന്നത് കൊണ്ട് അയൽപക്കത്തെ പയ്യനും നല്ലവനായി മാറേണ്ടതല്ലേ? എപ്പോഴും നമ്മുടെ ചിന്തകളും ദൈവത്തിൻ്റെ ചിന്തകളും വേറെയാണ്. ചിലരാണെങ്കിൽ ഒരു കാര്യവും പറയാതെ മൗനമായിട്ടിരിക്കും. ചിലരാണെങ്കിൽ ബൗ ബൗ എന്ന് വെറുതെ അലച്ചുകൊണ്ടേയിരിക്കും. ദേഷ്യം വരികയാണെങ്കിൽ ഗടപടപടാന്ന് പറഞ്ഞിട്ട് ആ ദേഷ്യം മുഴുവൻ കാണിക്കുവാൻ ഇടയാകും. എന്നാൽ ചിലരാണെങ്കിൽ കോപം വന്നാൽ ഒന്നും മിണ്ടത്തില്ല. കോപം വന്ന് അകത്താണെങ്കിൽ ഞാൻ നിന്നെ കാണിച്ചു തരാം. ആ മനസ്സിൽ കോപം വെച്ചുകൊണ്ട് പല്ല് കടിക്കുവാൻ ഇടയാകും. ചില ആളുകൾ മനസ്സിൽ കോപം വെച്ചുകൊണ്ട് മറ്റുള്ളവരെ ദുഷിക്കുവാൻ ഇടയാകും. ആരാണ് നല്ലവർ? പരസ്യമായി പാപം ചെയ്യുന്നവർ ചീത്തയാകുന്നു, രഹസ്യമായി പാപം ചെയ്യുന്നവരും ചീത്തയാണ്. ഇവിടെ മുടിയനായ പുത്രനെ എല്ലാ വ്യക്തികളും എടുത്തു പറയുന്നു. സത്യമാണ്, അപ്പൻ്റെ അടുക്കൽ പോയി സ്വത്ത് ചോദിക്കുന്നത് തെറ്റാണ്. ആ സ്വത്ത് വാങ്ങിയ ശേഷം അപ്പൻ്റെ കൂടെ അവിടെ തന്നെ ജീവിക്കാതെ ദൂരദേശത്തേക്ക് പോയതും വളരെ തെറ്റാണ്. ദൂരദേശത്ത് പോയ വ്യക്തി തെറ്റായ കൂട്ടുകെട്ടുകളിൽ പെട്ടതും ദുർമാർഗികളുമായി സഹവാസം ചെയ്തതും തെറ്റാണ്. എന്നാൽ എല്ലാം നഷ്ടപ്പെട്ടതിന് ശേഷം കഷ്ടതയുണ്ടായപ്പോൾ, ക്ഷാമം ഉണ്ടായപ്പോൾ എന്താണ് അവിടെ പറയുന്നത്? അവന് സുബോധം വന്നപ്പോൾ തിരിച്ച് പിതാവിൻ്റെ അടുക്കിലേക്ക് മടങ്ങി വരുവാൻ ഇടയായി. ദൈവം നമ്മുടെ പാപങ്ങൾ അല്ല കാണുന്നത്. ആ പാപത്തെക്കുറിച്ച് നീ പശ്ചാത്തപിക്കുന്നുണ്ടോ എന്നാണ് അവൻ നോക്കുന്നത്. ആ തെറ്റിനെ ഏറ്റു പറഞ്ഞുകൊണ്ട് അവനെപ്പോഴും ക്ഷമിക്കുവാൻ ഒരുക്കത്തോടെയായിരിക്കുന്നു. തെറ്റ് ചെയ്യുന്നത് തെറ്റാണ്. ആ തെറ്റിനെ ഏറ്റു പറയാതിരുന്നാൽ വലിയ തെറ്റാണെന്ന് ഒരുവൻ പറഞ്ഞു. ചെയ്ത തെറ്റുകൾ ഏറ്റു പറയാതിരുന്നാൽ അത് വലിയ തെറ്റാകുന്നു. കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മുടെ തെറ്റുകളെ ഏറ്റുപറയുമ്പോൾ അവൻ സ്നേഹിക്കും. ഇപ്പോൾ പറയുന്നു, ആ പിതാവിന് യഥാർത്ഥ സ്നേഹമുണ്ടായിരുന്നു എങ്കിൽ എന്തിനാണ് ആ മകനെ പോകുവാൻ അനുവദിച്ചത്? അവൻ ആഹാരമില്ലാതിരുന്ന സമയത്ത് അവനെ വിളിച്ചുകൊണ്ട് വീട്ടിൽ വരാമായിരുന്നല്ലോ. എന്താണ്? അങ്ങനെ ചെയ്യുകയില്ല. മനുഷ്യൻ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് വരണമെങ്കിൽ അതിൻ്റെ ഏക മാർഗം പശ്ചാത്താപം മാത്രമാണ്. സ്വാതന്ത്ര്യം ദൈവമാണ് കൊടുത്തത്, നാം അല്ല കൊടുത്തത്. ദൈവം എല്ലാവർക്കും സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ടോ? ഇല്ലയോ? പിന്നെ നാം എന്തിനാണ് നമ്മുടെ കുഞ്ഞുങ്ങളെ കൺട്രോൾ ചെയ്യുന്നത്? നാം അച്ചടക്കത്തോടെ വളർത്തും, പഠിപ്പിക്കും, ഉപദേശിക്കും. എന്നാൽ നമ്മുടെ വാക്ക് കേൾക്കാതെ ഇത് വേണമെന്ന് പറയുകയാണെങ്കിൽ പറഞ്ഞു കൊടുക്കുക. സ്നേഹത്തോടെ പറഞ്ഞു കൊടുക്കൂ. സ്നേഹത്തോടെ പറയുക, വിവരിച്ച് പറഞ്ഞു കൊടുക്കുക, മനസ്സിലാക്കാൻ ശ്രമിക്കൂ. സ്നേഹത്തോടെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കൂ. ഉപദേശിച്ചു കൊടുക്കുക. അല്ലാതെ ബലപ്രയോഗം പാടില്ല. നിർബന്ധത്തോടെ വിവാഹം കഴിപ്പിക്കരുത്. നിർബന്ധത്തോടെ ഞാൻ പറഞ്ഞതുപോലെ ചെയ്യണമെന്ന് പറയാൻ പാടില്ല. നിർബന്ധത്തോടെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ജീവിക്കണം എന്ന് ഒരിക്കലും ദൈവമക്കൾ പറയുവാൻ പാടില്ല. എൻ്റെ വസ്തു ഞാൻ തരികയില്ല, നിന്റെ ഇഷ്ടം പോലെ ചെയ്യുക. കേസ് കൊടുക്കുകയാണെങ്കിൽ കൊടുക്കൂ എന്ന പിതാവ് പറഞ്ഞില്ല, കൊടുക്കാനിടയായി. അത് കൊടുത്തു. അവൻ നശിച്ചു പോകുമെന്ന് അറിയാം. എങ്കിലും ആ പിതാവ് അവനു വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. അവൻ ദൂരത്ത് നിന്ന് വരുന്നത് കണ്ടപ്പോൾ പിതാവിനറിയാം, ആ മകൻ എൻ്റെ അടുക്കിലേക്ക് തന്നെ വരും, അവന് മറ്റൊരു വഴിയുമില്ല. എൻ്റെ മകൻ എൻ്റെ അടുക്കൽ തിരികെ വരണം, അവനെ എനിക്കിനി സ്നേഹിക്കണം. അപ്പോൾ അതിനുവേണ്ടി കാത്തിരിക്കുകയാണ്. അവൻ ദൂരത്തായിരിക്കുമ്പോൾ തന്നെ. എങ്ങനെ ദൂരത്ത് നിന്ന് വരുമ്പോൾ എങ്ങനെയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്? നമ്മുടെ വീട്ടിലേക്ക് ആരും വരികയാണെങ്കിൽ അതിൻ്റെ ഒന്നാമത്
ഇന്ന ദിവസം ആ വ്യക്തി വരുന്നെന്ന് അറിയുകയാണെങ്കിൽ നാം കാത്തിരിക്കുവാൻ നോക്കിയിരിക്കാനിടയാകും. എന്നാൽ മുടിയനായ പുത്രൻ എന്ന് വരുമെന്ന് പറയാനിടയായോ? പറഞ്ഞില്ല. അപ്പോൾ പിന്നെ എങ്ങനെയാണ് വരുമെന്ന് പറഞ്ഞ് കാത്തിരിക്കാനിടയായത്? അവൻ വരുമെന്ന് പറഞ്ഞിട്ട് വർഷങ്ങളായിട്ട്, 2 വർഷമായി 3 വർഷമായി കാത്തിരിക്കുകയാണ്. തെറ്റിപ്പോയിരിക്കുന്ന ആളുകൾക്ക് വേണ്ടി അവൻ എപ്പോഴും കാത്തിരിക്കുന്നതായ ദൈവമാണ്. മത്സരമുള്ള ജനത്തിങ്കിലേക്ക് ഞാൻ ഇടവിടാതെ കൈനീട്ടുന്നു എന്ന് വചനം പറയുന്നു. കൈനീട്ടിയിരിക്കുകയാണ്. എത്രയോ ദിവസങ്ങളായിട്ട്, വർഷങ്ങളായിട്ട് നിനക്ക് വേണ്ടി കാത്തിരിക്കുന്നു ആ ദൈവം. അനേകം ആളുകൾ അവരുടെ ജീവിതത്തിൽ സകലം നഷ്ടപ്പെടുന്നതുവരെയും, കിടപ്പിൽ ആകുന്നതുവരെയും ദൈവത്തെ അവർ ഓർക്കുകയില്ല. എത്രയും വേഗത്തിൽ ദൈവത്തിന്റെ അടുക്കിലേക്ക് വന്നാൽ നീ ഭാഗ്യവാനാണ്. ആ പുത്രൻ തിരികെ വന്നപ്പോൾ ആ പിതാവ് വളരെ സന്തോഷത്തോടു കൂടി കൂട്ടിക്കൊണ്ട് അവനെ അകത്തുപോയി അവനെ ചുംബിച്ചു, ആലിംഗനം ചെയ്തു. അവന് ശ്രേഷ്ഠമായ വസ്ത്രം കൊടുത്തു. അവനെ മോതിരം അണിയിക്കുവാൻ ഇടയായി. കാലിന് ചെരുപ്പുകൾ കൊടുത്തു. എന്റെ മകൻ തെറ്റിപ്പോയിരുന്നു, അവൻ നശിച്ചു പോയിരുന്നു, ഇപ്പോൾ തിരിച്ചു വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് വിരുന്നൊരുക്കി. അങ്ങനെ പിതാവ് കുറേ നാളുകൾക്ക് ശേഷം വളരെ സന്തോഷത്തോടെ, മൂത്ത മകനായിരിക്കുമ്പോൾ തന്നെ ഇളയ മകൻ ഇല്ല എന്നുള്ളതായ വേദനയോടുകൂടി, ആരും നശിച്ചു പോകുവാൻ ഇഷ്ടപ്പെടാത്തതായ സ്വർഗീയ പിതാവ് എത്ര ആളുകൾ ഉണ്ടെങ്കിലും നശിച്ചു പോയവർക്ക് വേണ്ടി എപ്പോഴും കാത്തിരിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. 99 ആടുകളെയും ഉപേക്ഷിച്ച് നഷ്ടപ്പെട്ട ഒന്നിനെ തിരഞ്ഞു പോകുന്നതാണ് നമ്മുടെ കർത്താവിൻ്റെ സ്നേഹം. ആ സ്നേഹത്തെ നമുക്ക് തിരിച്ചറിയാം. പിതാവിൻ്റെ സ്നേഹത്തെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാം. എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം, പ്രാർത്ഥിക്കാം. നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ സ്നേഹമുള്ള പിതാവേ, ഈ സമയം ഒരിക്കൽ കൂടി നീ ഞങ്ങളെ ദർശിക്കണമേ. എത്രയോ തവണ കർത്താവെ പോകാമെന്ന് പറഞ്ഞിട്ടും ഞങ്ങൾ പോകാത്തവരായിരിക്കുകയാണ്. ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ചെയ്യാതെ ഇരിക്കുന്നു. നിന്റെ വാക്ക് കേട്ടിട്ട് അതുപോലെ ചെയ്യാതെ ഞങ്ങൾ മാറിപ്പോകുന്നു. നിന്റെ വാക്കനുസരിച്ച് ജീവിക്കാതെ ഞങ്ങളുടെ ഇഷ്ടങ്ങൾ അനുസരിച്ച് ഞങ്ങൾ ജീവിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ വാക്കുകളിൽ മാത്രമാണ് ഭക്തി കാണിക്കുന്നത്, ഞങ്ങളുടെ ജീവിതത്തിൽ ഭക്തി കാണുന്നില്ല. കർത്താവെ, ഇങ്ങനെയുള്ള പ്രവൃത്തികളെ ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറ്റണമേ. കർത്താവെ, നീ ഒരു പണി ഏൽപ്പിക്കുന്ന സമയത്ത്, ഒരു ഉത്തരവാദിത്തം ഏൽപ്പിക്കുന്ന സമയത്ത് പലപ്പോഴും എനിക്ക് കഴിയില്ല, എനിക്ക് ചെയ്യാൻ കഴിയത്തില്ല, പോകാൻ കഴിയത്തില്ല എന്ന് പറയാറുണ്ട് കർത്താവെ. എന്നാൽ ഇത്രമാത്രം ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവ്, ഞങ്ങൾക്ക് വേണ്ടി സ്വന്തം പുത്രനെ ഏൽപ്പിച്ചു തന്നതായ ദൈവം, അവനു വേണ്ടി ചെറിയൊരു കാര്യം പോലും ചെയ്യാൻ കഴിയില്ലല്ലോ എന്ന് പശ്ചാത്തപിച്ച് മനസ്സ് മാറ്റിയ ആ മൂത്ത പുത്രനെ പോലെ ഞങ്ങളുടെ മനസ്സ് മാറ്റിയെടുക്കുവാൻ ഞങ്ങളെ നീ സഹായിക്കണമേ. ദുഷ്ടന്മാരെയും ദുർമാർഗികളെയും വിട്ട് ദൂരമായിട്ട് ജീവിക്കാൻ സഹായിക്കണം. ഭക്തിഹീനമായ ആലോചനകളെ വിട്ട് ഉപേക്ഷിക്കണമെന്ന് പറയുന്നു. ഞങ്ങളുടെ സ്വന്തം ഇഷ്ടങ്ങളെല്ലാം ഉപേക്ഷിച്ച് നിന്റെ ഹിതത്തെ നിറവേറ്റുവാൻ ഞങ്ങളെ എല്ലാവരെയും സഹായിക്കണമേ. നിന്റെ വാക്ക് കേട്ടാൽ അത് ഭൂമിയിൽ ശ്രേഷ്ഠമായ ഭക്ഷണമാണ്. അത് ഞങ്ങളെ ഏറ്റവും സന്തോഷിപ്പിക്കുന്നു. നിങ്ങൾ എന്നിൽ പൂർണ്ണമായി ആശ്രയിക്കുകയാണെങ്കിൽ ഭൂമിയിലെ അഗോചരമായ കാര്യങ്ങളെ, ശ്രേഷ്ഠമായ കാര്യങ്ങളെ അറിയിച്ചു തരാമെന്ന് പറഞ്ഞു. നിന്റെ വചനം കേൾക്കുന്നതുകൊണ്ട് ഞങ്ങൾക്ക് എന്താണ് ലാഭം? നിന്നെ സേവിക്കുന്നത് കൊണ്ട് ഞങ്ങൾക്ക് എന്താണ് ഭാഗ്യമെന്ന്? നിന്നോട് കൂടെ ആയിരിക്കുന്നത് ഞങ്ങൾക്ക് എന്ത് ഗുണമാകുന്നു എന്നുള്ളതായ ചിന്തകൾ, ദുഷ്ടചിന്തകൾ, ആ മൂത്തപുത്രനുണ്ടായ ചിന്തകൾ ഞങ്ങളിൽ വരാതിരിക്കാൻ സഹായിക്കണമേ. വെറുപ്പും വിദ്വേഷവുമുള്ളതായ മനസ്സ് മാറ്റണമേ. മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ കഴിയാത്ത വിദ്വേഷിക്കുന്ന മനസ്സിനെ നീ മാറ്റണമേ. മനസ്സാക്ഷിയുടെ മുന്നറിയിപ്പുകൾ ഏറ്റെടുത്തുകൊണ്ട് ആ മുടിയനായ പുത്രനെ പോലെ തന്റെ തെറ്റുകൾ മനസ്സിലാക്കി തിരിച്ചു വരുവാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് നൽകണമെന്ന് പിതാവേ, നിനക്കും സ്വർഗത്തിനും എതിരായിട്ട് ഞാൻ പാപം ചെയ്തിരിക്കുന്നു എന്നുള്ള പശ്ചാത്താപം ഞങ്ങളുടെ ജീവിതത്തിൽ നീ നൽകണമേ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ. നമ്മുടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശു ക്രിസ്തുവിന്റെ കൃപയും ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും സഹവാസവും നാം ഓരോരുത്തരോടും കടന്നു വന്ന സകല വ്യക്തികളോടും ഇന്നു മുതൽ എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. യേശുവേ
യേശുവേ യേശുവേ നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും നീ മാത്രം രാജാവെന്നും നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും നീ മാത്രം രാജാവെന്നും യേശുവേ 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 യേശുവേ